കോഴിക്കോട് പുന്നശ്ശേരിയിലെ 4 ഏക്കർ ഭൂമിയിൽ കാർഷിക വിപ്ലവം തീർത്തിരിക്കുകയാണ് കർഷകനായ ഗിരീഷ് കുമാർ പുതുക്കോത്തും കണ്ടി. തികച്ചും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് വിവിധ ഇനം നെല്ലുകൾ വിളയിക്കുകയാണ് ഈ കർഷകൻ. ഷുഗർ ഉൾപ്പെടെയുള്ളവർക്ക് കഴിക്കാൻ കഴിയുന്ന നെല്ലിനവും ഇവിടെയുണ്ട്. നെൽപ്പാടങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പുന്നശ്ശേരി സ്വദേശിയായ ഗിരീഷ് കുമാറിൻ്റെ കൃഷിയിടത്തിലെത്തിയാൽ നെല്ലിൻ്റെ വിവിധ ഇനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതൊന്ന് കണ്ടുവരാം. രക്തശാലി, മുണ്ടകം, ഉമ, കല്യാണി, കലാറാത്ത്, കലാജീര, ബ്ലാക്ക് ജാസ്മിൻ, കൃഷ്ണകൗമുദി, ആത്മിക കളർ, മാത്തോർമട്ട, ജീരകശാല എന്നിങ്ങനെ 16 ഇനം നെല്ലുകളാണ് ഗിരീഷ് കുമാർ വിളയിച്ചത്. പതിവായി ചെയ്യുന്ന നെല്ലിനങ്ങൾക്ക് പുറമെ കേരളത്തിലെ വിവിധയിടങ്ങളിലെ കർഷകരിൽ നിന്ന് ശേഖരിച്ച വിത്തിനങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം കൃഷി ഇറക്കിയത്. ഷുഗർ ഉൾപ്പെടെയുള്ളവർക്ക് കഴിക്കാൻ കഴിയുന്ന നെല്ലിനവും ഇതിലുണ്ട്. ആലപ്പുഴയിൽ കഴിഞ്ഞ മാർച്ചിൽ നടന്ന വിത്തുത്സവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് 16 ഇനങ്ങളുടെ നെൽകൃഷിയിലേക്ക് കടന്നത്. അടുത്ത വർഷം 20 ഇനം നെല്ലിനങ്ങൾ കൃഷി ചെയ്യാനാണ് തീരുമാനം. നെൽകൃഷി പുതുതലമുറയിലേക്ക് കൂടി പകർന്നു നൽകുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നമ്മളും കൃഷിയെ കുറച്ചാരെ ചോദിച്ചവർക്ക് കൊടുക്കുക, അല്ലാതെ ഭക്ഷണമായിട്ട് കഴിക്കണമെന്നല്ല. അപ്പം ജനങ്ങളിലേക്ക് മാറ്റം വരുത്തുക. അപ്പോൾ ഇതിങ്ങനെ കാണാൻ പലരും വരും. അപ്പം പുതിയ തലമുറയിലേക്ക് ഇങ്ങനെ ചെയ്താൽ ജൈവ രീതിയിൽ കീടനാശിനി ഉപയോഗിക്കാതെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അച്ഛൻ നേരത്തെ കൃഷിക്കാരനാണ്. ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും കൃഷിയൊക്കെ അച്ഛൻ ഞാൻ ജനിച്ച് വീട് തന്നെ ഒരുപാട് 3-4-5 ഏക്കർ സ്ഥലം വയലുകളിൽ അച്ഛൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ആ കൃഷി രീതി കണ്ടുപഠിച്ച് ഇപ്പോൾ അച്ഛൻ പോയാലും നമ്മൾ ആ കൃഷി തുടർന്ന് പോകണമെന്നൊരു ആഗ്രഹവും കൂടിയുണ്ട്. അച്ഛനിപ്പോൾ എല്ലാം അപ്പോൾ തുടർന്ന് കൊണ്ടുപോവുക, മരിക്കുന്നവരെ കൊണ്ടുപോകണം, പുതിയ ആൾക്ക് പുതിയ അറിവ് സംഭവിച്ചു കൊടുക്കണോ, ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. പുതിയ നെല്ലിനങ്ങൾ കൃഷിയിറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിത്ത് നൽകുന്നുമുണ്ട്. ഇതിനോടകം തന്നെ മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം ഉൾപ്പെടെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.